ഹലോ ടീംസ്, ഇന്നാൾ നമ്മൾ റോഡ് സൈഡിൽ ആ കഥ പറഞ്ഞില്ലേ, കുപ്പിയും പാട്ടും പെറുക്കിയായിട്ടുള്ള ജീവിതത്തെ പറ്റി. അങ്ങനെ മൂപ്പര് അമിതമായ പൈസ ഉള്ളപ്പോൾ മുമ്പ് സൂക്ഷിച്ച് ഒക്കെ ആയിട്ടാണ് അങ്ങനെ ആയി പോയതെന്ന് മൂപ്പര് പറഞ്ഞത്. ഇങ്ങനെ കാലത്ത് കടമന ചിലവഴിച്ചിട്ട് പിന്നെ മൂപ്പര് ആ കുപ്പിയും പാട്ടുള്ള ജീവിതമൊക്കെ ആയിട്ട് പെറുക്കുന്ന ജീവിതമായിട്ട് മുന്നോട്ട് പോയിട്ടോ. അന്നേരം പലിശയ്ക്ക് മുമ്പര് മീറ്റെടുത്ത് പോയി മൂപ്പര് കഥ പറഞ്ഞപ്പോൾ പലപ്പോഴും മൂപ്പര് കണ്ണു നിറയൊക്കെ ചെയ്തിട്ടുണ്ട്. മൂപ്പര് അത്ര ഫീൽ ചെയ്ത കഥയാണ് മൂപ്പര് കിട്ടും. അത് ഇന്ന് മുമ്പ് പലർക്കും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഇനി നമുക്ക് പുതിയൊരു കഥയിലേക്ക് വരാം. ഒരു തെറട്ടീമിൻ്റെ കഥയാണ്. തെറട്ടീമെൻ്റ് അല്ല, അതിലെ ഒരാളെ കഥ. അങ്ങനെ അയാൾ ഒരു വേഷം, ഇത് തിരക്ക് കൂട്ടി പറയാൻ പറ്റിയൊരു കഥയല്ല. ഇവർ ടീമിൽ രണ്ടാൾ വേഷം കിട്ടി തെറേൻ്റെ. ഏത് തെറയെന്ന് ഞാൻ പറയില്ല, അത് ഒരു കോമഡി പാടുള്ളതുകൊണ്ട് ഒരു അപമാനിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ രണ്ടാൾ വേഷം കിട്ടി ഇങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പുകളൊക്കെ വെച്ച് ചണ്ടമംഗലത്തോടെ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ട് പോകും. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ട് ഇതിലെ ആ കഥാപാത്രത്തിൻ്റെ പേരിടാം. നമുക്ക് ഒരാളെ പേരെ പറയാൻ പറ്റുള്ളൂ. കഥാപാത്രം ഇപ്പോൾ രാമൻകുട്ടി എന്ന് പേരിടാം. രാമൻകുട്ടി അവിടെ ഇങ്ങനെ കളിച്ച് രണ്ടാൾ സ്റ്റെപ്പ് ഇട്ട് വരുമ്പോൾ ഇപ്പുറത്തെ സ്റ്റെപ്പ് ഭാഗത്തുള്ള രാമൻകുട്ടിയാറിനെ മൂപ്പരെ മോള് വന്ന് വിളിക്കുക. ഓരോ വീടിനടുത്താട്ടോ തറ നടക്കുന്ന കാവ്. അപ്പോൾ മോള് വന്ന് വിളിച്ചിട്ട് പറയാണ്, അച്ഛാ ഞങ്ങളെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാമൻകുട്ടിയോട് ചോദിച്ചു, ഞാൻ എന്താ കാര്യം ചോദിച്ചു. അതുപോലെ നമ്മളടുത്ത പയ്യ കഴിഞ്ഞു, ഇനി അതിനെ പിടിക്കാനാണ്. തെറേൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന മൂപ്പരോടാണ് ഈ പറയുന്നത് പയ്യ കഴിഞ്ഞ് പോയ കഥ. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്ത്, മോള് കുറച്ചങ്ങോട്ട് മാറി നിന്നോ, ഞാൻ ഈ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ നമ്മളെ ഇടവഴിൻ്റെ ഈ താഴത്തെ വഴിയോടി ഇറങ്ങി വരാറുണ്ട്. ചെറിയൊരു കാവാട്ടോ, ആൾക്ക് കുറവാണ്, തെറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണം ഇല്ലാണ്ടുള്ള കാവുമാണ്. ഞാൻ ഈ ഉടുവഴിക്കൂടി അവിടെ ഇറങ്ങി വരാം, മോളങ്ങോട്ട് അവിടെ മാറി നിന്നതാണ്. അങ്ങനെ മറ്റേ തർക്കാരം കളിച്ച് ഇല്ലാണ്ടോ ഇങ്ങനെ കളിച്ച് പോയി. ബാക്കി കഥ നാളെ പറയും. ഓക്കെ.